കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ മേഖലയിൽ, അതായത് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, ഓർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലെ ചില അടിസ്ഥാനപരമായ സംവാദങ്ങളാണ്. നിങ്ങൾ പങ്കുവച്ച ആ ലേഖനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. അതെ, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എപ്പോഴും ഉയർന്നു വരുന്ന ചില വലിയ ചോദ്യങ്ങളുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ശരി. അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാന ചോദ്യം, നമ്മുടെ കഴിവുകൾക്കെല്ലാം കാരണം നമ്മുടെ ജന്മസിദ്ധമായ ഘടനയാണോ, അതോ നമ്മൾ വളരുന്ന ചുറ്റുപാടാണോ, പ്രകൃതമോ പരിസ്ഥിതിയോ? നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന ആ ഒരു വലിയ സംവാദം, ഇത് വളരെ ബേസിക് ആണല്ലേ? തീർച്ചയായും. ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു അടിസ്ഥാന തർക്കമാണ്. ഒരു ഗവേഷകൻ ഇതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നനുസരിച്ച് അവരുടെ പഠനങ്ങൾ മാറും. ഇപ്പോ പരിസ്ഥിതിയാണ് പ്രധാനമെന്ന് കരുതുന്നവർ അനുഭവങ്ങൾ എങ്ങനെ നമ്മളെ മാറ്റുന്നു എന്ന് നോക്കും. മറിച്ച് നേച്ചർ അല്ലെങ്കിൽ ജനിതകപരമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ അവരൊരുപക്ഷെ തലച്ചോറിന്റെ ഘടന, അതിന്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാവും ശ്രദ്ധിക്കുക. അപ്പോൾ ശരിക്കും രണ്ടും പ്രധാനമല്ലേ? അത് തന്നെ. ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് പൂർണ്ണമായി വേർതിരിക്കാൻ പറ്റില്ല. ശരി. അപ്പോൾ അടുത്തൊരു വിഷയം അറിവ് നേടുന്ന രീതിയെക്കുറിച്ചാണ്. അതായത് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് സത്യം കണ്ടെത്തണോ, അതോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന അനുഭവങ്ങളും പരീക്ഷണങ്ങളും വഴിയാണോ? റാഷണലിസം വേഴ്സസ് എംപിരിസിസം. ഇതും പ്രധാനപ്പെട്ടതാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി സത്യത്തിൽ ഇതിനൊരു പ്രായോഗിക സമീപനമാണ് എടുക്കുന്നത്. അതായത് യുക്തി ഉപയോഗിച്ച് നമ്മൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ. പിന്നെ ആ സിദ്ധാന്തങ്ങൾ ശരിയാണോ എന്നറിയാൻ നമ്മൾ ലോകത്തിൽ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നു. അതാണ് എംപിരിസിസം. അപ്പോ ഇവ രണ്ടും വേണം. അതായത് തിയറിയും വേണം, അത് ടെസ്റ്റ് ചെയ്യാനുള്ള വഴികളും വേണം. അതെ, തിയറി ഇല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്യണമെന്നറിയില്ല. ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ തിയറി വെറും ഊഹാപോഹം മാത്രമാവും. ശരിയാണ്. ഇനി മനസ്സിനെ പഠിക്കുമ്പോൾ അതിന്റെ ഘടനയിലാണോ അതോ അതിന്റെ പ്രവർത്തനങ്ങളിലാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും തർക്കങ്ങളുണ്ട്. സ്ട്രക്ചർ വേഴ്സസ് പ്രോസസ്സസ്. പണ്ട് വുണ്ടിനെ പോലുള്ളവർ ഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തെന്നും പറയുന്നു. അതെ, വുണ്ട് ഘടന പഠിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബ്രെൻഡാനോ പോലുള്ളവർ പറഞ്ഞത് ചിന്തിക്കുക, ഓർക്കുക പോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യമെന്നാണ്. ഇപ്പോ ആധുനിക കോഗ്നിറ്റീവ് സൈക്കോളജി നോക്കുവാണെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഇപ്പോ ഓർമ്മയുടെ മോഡലുകൾ നോക്കൂ. അവിടെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെയുള്ള ഘടനകളുണ്ട്, സ്റ്റോറുകൾ പോലെ. എന്നാൽ വിവരം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ശ്രദ്ധ, റിഹേഴ്സൽ, എൻകോഡിംഗ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അഥവാ പ്രോസസ്സുകൾ നടക്കണം. അപ്പൊ ഘടനയും പ്രോസസ്സും ഒരുമിച്ചാണ് പോകുന്നത്. അത് കൊള്ളാം. അടുത്തൊരു സംവാദം, നമ്മുടെ മാനസിക കഴിവുകൾ, അതായത് ചിന്താശേഷിയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാണോ പ്രവർത്തിക്കുന്നത്, അതോ ഭാഷ കൈകാര്യം ചെയ്യാൻ ഒരു രീതി, കണക്കുകൂട്ടാൻ വേറൊരു രീതി, അങ്ങനെയാണോ? ഡൊമെയിൻ ജനറാലിറ്റി വേഴ്സസ് ഡൊമെയിൻ സ്പെസിഫിസിറ്റി. ഇത് ഇപ്പോഴും സജീവമായ ചർച്ചയാണ്. ചില കഴിവുകൾ, ഇപ്പൊ ഭാഷ തന്നെ എടുക്കാം, അത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് തോന്നുന്നത്. അതിനുവേണ്ടി തലച്ചോറിൽ പ്രത്യേക ഭാഗങ്ങൾ തന്നെയുണ്ട്, ബ്രോക്കാസ് ഏരിയ, വേർണിക്സ് ഏരിയ എന്നൊക്കെ പറഞ്ഞ്. ശരി. എന്നാൽ മറ്റു ചില കഴിവുകൾ, ഒരുപക്ഷെ ശ്രദ്ധ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, അതൊക്കെ കുറച്ചുകൂടി പൊതുവായ രീതിയിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല? പൂർണ്ണമായിട്ടില്ല. ഒരുപക്ഷെ രണ്ടും ശരിയായിരിക്കാം. ചില കഴിവുകൾ വളരെ സ്പെസിഫിക് ആയും ചിലത് കുറച്ചുകൂടി ജനറലായും പ്രവർത്തിക്കുന്നുണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ഗവേഷണം ചെയ്യുമ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട്. ലബോറട്ടറി പോലെ എല്ലാം നിയന്ത്രിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലെ കൃത്യമായ കണ്ടെത്തലുകൾക്കാണോ പ്രാധാന്യം, അതോ ഈ കണ്ടെത്തലുകൾക്ക് പുറത്ത് സാധാരണ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നതാണോ പ്രധാനം? അതായത് കോസൽ ഇൻഫറൻസിന്റെ വാലിഡിറ്റിയാണോ ഇക്കോളജിക്കൽ വാലിഡിറ്റിയാണോ വലുത്? ഇത് ഗവേഷകർ എപ്പോഴും നേരിടുന്ന ഒരു ഡിലമയാണ്. ലബോറട്ടറിയിൽ നമുക്ക് കാര്യകാരണ ബന്ധം കൃത്യമായി പറയാൻ പറ്റും, കാരണം അവിടെ മറ്റ് ഘടകങ്ങളെയൊക്കെ നിയന്ത്രിക്കാം. പക്ഷെ അത് യഥാർത്ഥ ലോകം പോലെ അല്ലല്ലോ. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ ലാബില് കണ്ടെത്തല് പുറത്തും അതേപോലെ ശരിയാകുമോ എന്നതാണ് ഈക്കോളജിക്കൽ വാലിഡിറ്റിയുടെ പ്രശ്നം. നല്ല ഗവേഷണം പലപ്പോഴും ഇവർ രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ലാബിലൊരു കാര്യം കണ്ടെത്തിയാൽ അത് പുറത്ത് യഥാർത്ഥ സാഹചര്യങ്ങളിൽ എങ്ങനെയാണെന്നുകൂടി നോക്കും. അത് ശരിയാണ്.
അതുപോലെ ഗവേഷണത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും രണ്ട് രീതിയിൽ ചിന്തിക്കാം. വെറുതെ അറിവുണ്ടാക്കുക എന്നതാണോ ലക്ഷ്യം, അതായത് ബേസിക് റിസർച്ച്, അതോ ആ അറിവ് ഉപയോഗിച്ച് എന്തെങ്കിലും പ്രായോഗിക പ്രശ്നം പരിഹരിക്കുക എന്നതാണോ അപ്ലൈഡ് റിസർച്ച്? അതെ, അതും ഒരു പ്രധാന വിഷയമാണ്. പക്ഷെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ? ഇപ്പോ ഓർമ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ പഠനങ്ങൾ, ബേസിക് റിസർച്ച്, പിന്നീട് കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ കാര്യക്ഷമമായ പഠനരീതികൾ രൂപകൽപ്പന ചെയ്യാനോ അപ്ലൈഡ് റിസർച്ച് സഹായിക്കും. ശരി. അതുപോലെ തിരിച്ചും. ഇപ്പോ ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഉപയോഗിക്കുന്നതിലെ പ്രശ്നം ഒരു പ്രായോഗിക പ്രശ്നം. പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയുടെ അടിസ്ഥാനപരമായ പരിമിതികളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ, ബേസിക് റിസർച്ച് ഉയർത്തിയേക്കാം. അപ്പോൾ ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരിയാണ്. ഇനി അവസാനത്തെ ഒരു പോയിന്റിലേക്ക് വരാം. മനസ്സിനെ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗമേതാണ്? തലച്ചോറിനെ നേരിട്ട് പഠിക്കുന്ന ബ്രെയിൻ സ്കാൻ പോലുള്ള ബയോളജിക്കൽ രീതികളാണോ, അതോ ആളുകളുടെ പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും അളക്കുന്ന ബിഹേവിയറൽ രീതികളാണോ? ഇന്ന് കൂടുതൽ ഗവേഷകരും ഈ രണ്ട് രീതികളും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന പുതിയൊരു ശാഖ തന്നെ ഉണ്ടാവാൻ കാരണം. കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. അതെ. ഇപ്പോ fMRI പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരാൾ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുമ്പോൾ തലച്ചോറിൽ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നുവെന്ന് നോക്കുന്നതിനൊപ്പം അവർ ആ ടാസ്ക് എത്ര നന്നായി ചെയ്യുന്നു, എന്ത് തെറ്റുകൾ വരുത്തുന്നു എന്നും ബിഹേവിയറൽ ഡാറ്റ നമ്മൾ ശേഖരിക്കും. ഇത് രണ്ടും കൂടി ചേർത്തു വെക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടും. അപ്പോ നമ്മളിന്ന് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ 7 പ്രധാനപ്പെട്ട സംവാദങ്ങൾ ചുരുക്കത്തിലൊന്ന് നോക്കി. നേച്ചർ നർച്ചർ, റാഷണലിസം എംപിറിസിസം, സ്ട്രക്ചർ പ്രോസസ്, ജനറാലിറ്റി സ്പെസിഫിസിറ്റി, പിന്നെ ഗവേഷണ രീതികളിലെ വാലിഡിറ്റി, ലക്ഷ്യങ്ങളിലെ ബേസിക് അപ്ലൈഡ് തർക്കം, ഒടുവിൽ ബയോളജിക്കൽ ബിഹേവിയറൽ സമീപനങ്ങൾ. ഇവയെല്ലാം ഈ ഫീൽഡിനെ സജീവമാക്കി നിർത്തുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായും. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി. അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഈ അടിസ്ഥാനപരമായ സംവാദങ്ങളെക്കുറിച്ചൊക്കെ കേട്ടത് നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും ഓർമ്മയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കേൾക്കുന്ന പല മനഃശാസ്ത്രപരമായ അവകാശവാദങ്ങളെയും ഇനി നിങ്ങൾ കുറച്ചുകൂടി ക്രിട്ടിക്കലായി സമീപിക്കുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.